നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി, കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളക്കിലൂക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിനു കുറിയെടുക്കുമ്പോ ഒരു നറുക്കിനു കണ്ടില്ലടാ, ഇവന്റെയൊക്കെ സ്റ്റൈലില് സിനിമ പാട്ട് പാടിക്കൊണ്ട് വരുവാ കേരളം കേട്ടോ. അതെ, നമ്മളൊക്കെ ഈ പാടിക്കളഞ്ഞ പാട്ടാവും പാടിക്കൊണ്ട് വരുന്നേ. മാര കഴുത. വണ്ടി നിർത്തടാ, നിർത്തടാ വണ്ടി, വണ്ടി നിർത്തടാ, മനസ്സിലാവത്തില്ല. വണ്ടി നിർത്തടാ, വണ്ടി നിർത്തടാ, നിർത്തടാ വണ്ടി. സാർമാര് കയറാൻ വന്നതാണ്. ഞങ്ങള് കേറാൻ വന്നതല്ല, നിന്നെ ഇറക്കാൻ വന്നതാ. ഇറങ്ങടാ മര്യാദ കേട്ടവനെ. അപ്പൊ സാർ അറിഞ്ഞില്ലേ, ഇന്നലെ ക്രിക്കറ്റ് മാച്ച് ആയിരുന്നു സാർ. കിഴക്കമ്പലത്തിന് മണ്ണാർക്കാട്ടിന് കട്ട മത്സരമായിരുന്നു. നമ്മുടെ കിഴക്കമ്പലത്തിന്റെ മുമ്പിലും മണ്ണാർക്കാട് ഔട്ട്. അതെ, പിന്നെ വലിയ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഇദ്ദേഹം കളിക്കാൻ പോയി. സാർ, എന്നെ പറ്റി നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ഷമിക്കും. പക്ഷെ ക്രിക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ ഞാൻ തന്നെ നിങ്ങൾ എറിഞ്ഞു കൊല്ലേണ്ടി വരും. ജാഗ്രത. എന്താടാ എറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണോ? സാർ പിന്നെന്താടാ, 18 വർഷമായി ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നു. 10ാം ക്ലാസ് വരെ നീ പാസ്സായിട്ടില്ല. യവനെ കണ്ടോ, നിന്റെ കൂടെ പഠിച്ചവനാ, ഇന്നിപ്പോ ഇതേ സ്കൂളിലെ അധ്യാപകനാ. വളരെ സന്തോഷം. പെട്ടെന്ന് ഹെഡ് മാസ്റ്റർ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. 18 വർഷമായിട്ട് ഒരേ ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക. എന്നിട്ടും അവന്റെ അഹങ്കാരം കണ്ടില്ലേ? 18 അല്ല 68 വർഷമായാലും ഈ ലോകം അവസാനിച്ചാലും ശരി, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. പഠിക്കും ഞാൻ. എന്റെ അച്ഛനെ അമ്മയും പഠിക്കാത്തവരെന്ന് ആക്ഷേപിച്ച ഈ സമൂഹത്തിന് മുമ്പിൽ അവരുടെ മാനം സംരക്ഷിക്കുന്നതിനായി പഠിക്കും പഠിക്കും പഠിച്ചുകൊണ്ടേയിരിക്കും ഞാൻ. അത് ചോദിക്കാൻ ഒരുത്തരം വരണ്ട. വരണോ, നമുക്കെങ്കിലും പള്ളിക്കൂടത്തിലോട്ട് പോവാം. അതെ, നിങ്ങളെങ്കിലും നന്നാവാൻ നോക്ക്. ഇടറാ വണ്ടി. എന്താടി ചെമ്പകുതിര വരാത്തെ? ചേച്ചി, ചെമ്പകൻ ചേച്ചി മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കുവാ. ചേച്ചി ഇപ്പൊ വരും. അതെ, അവക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ചേച്ചി കടങ്കഥ ചോദിക്ക്. കടങ്കഥ ചോദിക്ക് ചേച്ചി. ശരി, ആദ്യം ഞാൻ നിന്നോട് ചോദിക്കാം, അതിന് നീ ഉത്തരം കണ്ടുപിടിക്കണം. രണ്ടാമത്തേത് നിന്നോട്, അതിന് നീ ഉത്തരം കണ്ടുപിടിക്കണം. 2 പേർക്ക് ഉത്തരം അറിയില്ലെങ്കിൽ 2 പേരും പരസ്പരം തലയിൽ കൊട്ടുകൊടുക്കണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ശരി, ഓക്കെ. ആദ്യത്തെ ചോദ്യം നിന്നോടാ. ആ, നാക്കുന്നുണ്ട് പക്ഷേ രുചിയില്ലാത്തവൻ അതാരാണ്? നാക്കൊന്നുണ്ട് രുചിയില്ല, ആരാണിവൻ? ആ, അത് തന്നെ. അത് അറിയില്ല ചേച്ചി. അറിഞ്ഞൂടല്ലേ? അപ്പൊ നീ ഒരു കൊട്ടുകൊടുത്തേ. നാക്കൊന്നുണ്ട് പക്ഷെ രുചിയില്ലാത്തവൻ ആരാ? ഗൗരി മോളെ, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. ഐ വിൽ സോൾവ് ദ മാറ്റർ. ഓഹോ, ഐ വിൽ സോൾവ് ദ മാറ്റർ. എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ നമ്മുടെ മോളെ ഒരുത്തം പരിഹസിച്ചത്. ഇവിടെയുള്ള 18 ഗ്രാമം ഭരിക്കുന്ന നമ്മുടെ മുമ്പില് ചെരുപ്പിട്ട് നടക്കാൻ പോലും പേടിക്കുന്ന നമ്മുടെ അടുത്ത് ഏതോ ഒരുത്തം വന്ന് നമ്മുടെ മോളോട് എലിസബത്ത് റാണിയാണെന്ന് ചോദിച്ചേക്കുന്നു. അവനെ ഞാൻ വെറുതെ വിടില്ല. എടാ കാളി, അവനെ പട്ടിയെ പോലെ അടിച്ചു പിടിച്ചോണ്ട് വാടാ. ആരാ നീ? ആരാണെന്നോ? നീ ചോദിച്ചില്ലേ, എലിസബത്ത് റാണി. അവരുടെ ബംഗ്ലാവിൽ നിന്ന് വരിക.
വല്യമ്മേ, നമസ്കാരം. നമസ്കാരം. ഐ ആം തുളസീധരൻ. This is my wife. That is my daughter. അയ്യോ. By the by, welcome to my palace. അയ്യോ ഇവനാ നമ്മുടെ മോളെ കളിയാക്കിയത്. അവന്റെ അടുത്ത് പോയി നിങ്ങളെ എന്താ മോനെ ഇത്? കാണാൻ നല്ല കുട്ടിയെ പോലെ ഉണ്ടല്ലോ. നല്ലവനോ? നോൺസെൻസ്. Now look. Hold your tongue before I lose my temper. See, first of all, I don't think it's a good manners to interrupt one is talking to another. Just because of a rich and educated, don't think whatever you feel sounds good, okay? We may look cheap, be poor, but we requested to give respect. I just come here to reason out, not for an argument, understand? Try to be polite and behave like a girl. Don't act smart. കറക്റ്റ്. ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള ധൈര്യത്തിൽ എന്തും പറയാമെന്ന് വിചാരിക്കരുത്. വാക്കുകൾ അളന്ന് സംസാരിക്കണം. Fine, 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 fine. Please look at me, young man. സർ, സംഭവിച്ചത് എന്താണെന്ന് കേൾക്ക്. ഞാൻ നിങ്ങളുടെ മോള് ചോദിച്ച കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞതല്ല. ഞാൻ ഇതാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇതെന്ത് ബുക്കായത്? ലോകജാലകം, ചോദ്യോത്തരം, വായില്ലാത്ത ചിക്ക്, നാവിന് ചുറ്റും പല്ല്, ചിരവ, ചക്ക. ചിരവ എന്ന് ടിക്ക് ചെയ്തിരിക്കുന്നു. ഗൗരി, നീ ഏത് കടങ്കഥയാണ് ചോദിച്ചത്? നാക്കുന്നുണ്ട് പക്ഷെ രുചിയില്ലാത്തവൻ. ചിരവ. ഓക്കേ ഓക്കേ, വി വിൽ സീ ദ നെക്സ്റ്റ് മാറ്റർ. സ്ത്രീകളുടെ മുടിയിൽ ഇതുണ്ടാകും. അഴുക്ക്, പേൻ. പേൻ എന്ന് ടിക്ക് ചെയ്തിരിക്കുന്നത് അത് കറക്റ്റ് ആണ്. അതിന് നീ എന്താ പറഞ്ഞത് ഗൗരി മോളെ? ഇരണ്ട വീട്ടില് കുഴിയാന. പേനാണ്. That's also correct answer. Wait. Next matter. സംസാരിക്കാൻ ഇത് തന്നെ വേണം. നാക്ക്, ചുണ്ട്. നാക്കെന്ന് ടിക്ക് ചെയ്തിരിക്കുന്നു. കറക്റ്റ് ആൻസർ. അടുത്തത് നീ ഏത് കടങ്കഥയാണ് ചോദിച്ചത് ഗൗരി മോളെ? 32 കാവൽക്കാരുള്ള ഗുഹയിൽ ഒളിച്ചിരിക്കും രാജാവ്. നാക്ക്. ഓക്കേ, നാക്ക്. നീ കടങ്കഥ ചോദിക്കുമ്പോ ഇവൻ ഈ പുസ്തകത്തിൽ നോക്കി ടിക്ക് ചെയ്യുന്നു. രണ്ടും സിങ്കായിരിക്കുന്നു. This is much more complicated matter. ഇതാണ് സാർ സംഭവിച്ചത്. ഇതല്ലാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. I'm sorry. അവൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? അവനോട് ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ രണ്ട് പറഞ്ഞുകൂടായിരുന്നോ? എന്നോട് മാത്രം പറയുമ്പോ നിങ്ങൾക്ക് 100 നാവാണല്ലോ. അവിടെ ഒന്ന് നിന്നേ. What is your good name? രാജു. Sweet boy. Are you graduate? യെസ്, MA. Very good. Today is the day for me. I am very, very happy. One more educated person come to my village.